പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടൽ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങയുടെ വാഗ്ദാനങ്ങളും അങ്ങയുടെ വചനവും പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം മുടങ്ങാതെ പങ്കെടുക്കുന്ന മക്കള്, ഈ പ്രാർത്ഥന അനേകരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കള്, അനേക മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മക്കള്, കർത്താവേ, ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണം. അനേക ആയിരങ്ങളിലേക്ക്, അനേക ലക്ഷങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തണം. ഈ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കളെ വിടിവിക്കാൻ കർത്താവേ, ഒരുമയോടെ കൂട്ടായ്മയില് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അനേക ആയിരങ്ങളെ കർത്താവെ അങ്ങ് കൂട്ടിച്ചേർക്കുന്നതിനോട് നന്ദി പറയുമ്പോ ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കണമേ. അതിനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ മക്കളെ നശിപ്പിക്കാനും തകർക്കാനും ഇല്ലാതാക്കാനും വേണ്ടി നടക്കുന്ന പൈശാചിക ശക്തികൾ അതിപ്രബലമായിട്ട് കടന്നു വരുന്ന ഒത്തിരി വഴികളുണ്ട്. ഈ വഴികളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അതിന്റെ അവസ്ഥകള്, കാരണങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകളും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളില് സാത്താന്റെ കെണികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ കെണികളുടെ സാത്താന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ ശേഷം നമ്മള് വലിയൊരു ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക്, ഒരു വിടുതൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കും മക്കളെ. അതുകൊണ്ട് ദിവസങ്ങളൊക്കെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കുക, ത്യാഗം ചെയ്ത് കണ്ണീരോടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപസാരിച്ച് നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു വചനം, മക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനമാണ്, പ്രാർത്ഥിക്കേണ്ട വചനമാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 49-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വചനങ്ങൾ. അവിടെ കർത്താവ് പറയാണ്, ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടിവിക്കാൻ കഴിയുമോ? കർത്താവ് പറയാ, കഴിയും. ശക്തനിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെയും ഞാൻ വിടിവിക്കുകയും, നീ കേട്ടോ, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഇത് കർത്താവിന് ഒരു പ്രോമിസാ. ഇന്ന് നമ്മുടെ മക്കള് പല പല അടിമത്വങ്ങള്, ചില സ്വാധീനങ്ങള്, ചില പല ആധിപത്യങ്ങള്, അതിന്റെ ഇരയായി പോയ, അടിമയായി പോയ മക്കള് ഏറെയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് ഒത്തിരി അടിമത്തങ്ങൾ. മൊബൈലിന്റെ അടിമത്തം അതൊരു ശക്തന്റെ പിടിപ്പെട്ടു പോയ പോലെ ആയിപ്പോയി. സ്വേച്ഛാധിപതിയുടെ ഇരയായിട്ട് മാറിപ്പോയി. മൊബൈലിന്റെ ഇര, മൊബൈൽ ഗെയിമിന്റെ ഇര, ഫുൾ ടൈം അതിന്റെ അടിമയാ. ഇന്ന് ഏതൊരു ലഹരിയെക്കാളും ഏതൊരു അടിമത്വത്തെക്കാളും വലിയ അടിമത്വമായിട്ട് മാറിയില്ലേ പ്രിയപ്പെട്ട മക്കളെ ഈ ശക്തനായ ഈ മൊബൈലിന്റെ പിടി? ചിലപ്പോഴും ഈ പറയുന്ന നമ്മൾ പോലും ഈ മൊബൈൽ അടിമത്വത്തിലേക്ക് പോയിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് ഇന്ന് ഏറെ മാതാപിതാക്കൾ പറയാൻ 24 മണിക്കൂർ മൊബൈൽ ഗെയിമുകള്, പിന്നെ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, റീലുകള്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി എന്ത് കാണുന്നുവോ അതിനോട് ചേർന്ന് പോകുന്ന വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം കേറി വന്ന് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി. ശരിക്കും പറയുകയാണെങ്കിൽ കർത്താവിനല്ലാതെ ഇനി അവൻ പോലും വിചാരിച്ചാലും അവൾ പോലും വിചാരിച്ചാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ശക്തന്റെ അടിമയായിട്ട് മാറി, സ്വേച്ഛാധിപതിയുടെ ഇരയായിട്ട് മാറിയ പോലെ മൊബൈലിന്റെ പിടിയില് നമ്മുടെ മക്കൾ വീണിട്ടുണ്ട്. അവിടെയാണ് കർത്താവ് പറയാ, ഞാൻ വിടുവിക്കും. ഇനി കർത്താവ് വിടുവിച്ചാലല്ലാതെ മോചനമില്ലാത്ത വിധത്തില് വിടുവിക്കപ്പെടേണ്ട മേഖലയിൽ അടിമപ്പെട്ട് കിടക്കുന്ന മക്കൾ
ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ. ഇര, അടിമ. നമുക്കറിയാം, ഇരയായി കഴിഞ്ഞാൽ പിന്നെ വലയിൽ വീണ ഇര, കെണിയിൽ വീണ ഇര, പിന്നെ ഇരയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഇര പിന്നെ ഒരുത്തൻ ഇരയായിട്ട് മാറും. ഇന്ന് സാത്താന്റെ ഈ കെണിപ്പെടുത്തി സാത്താന്റെ ഇരയായിട്ട് മാറിപ്പോയ അനേക മക്കള് സ്വഭാവത്തിൽ നമുക്കറിയാം, മൊബൈൽ ഗെയിമുകളിലൊക്കെ അടിമപ്പെടുന്ന മക്കള് ഒത്തിരിയേറെ വയലന്റ് ആവുന്നു. അനുസരിക്കുന്നില്ല, ദൈവവിചാരമില്ല, പ്രാർത്ഥനയില്ല. അവർക്ക് റോക്ക് മ്യൂസിക്, പൈശാചിക പ്രവർത്തികള്, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന വലിയ ആധിപത്യത്തിന്റെ അടിമയായിട്ട് മാറി, ഇരയായിട്ട് മാറിപ്പോയ മക്കള്. അതുകൊണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങല്ലേ പറഞ്ഞ് ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും ഞാൻ വിടുവിക്കും. നിന്നോട് പോരാടുന്നവരോട്, സത്യം പറഞ്ഞ ഈ സ്വേച്ഛാധിപതിയും ഈ ശക്തനും എന്താ ചെയ്യുക? നമ്മുടെ മക്കളോട് നശിപ്പിക്കുമ്പോ നമ്മളോട് പോരാടുക. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ ഒരു കൊച്ച് എഴുതിട്ട് പോയാൽ, ഇതുപോലെ അടിമപ്പെട്ടു പോയാൽ നമുക്ക് പിശാചിന്റെ പിടിയിലേക്ക് അവന്റെ ആക്രമണം വരുക. നമ്മോട് പോരാടാണ് പിശാച്. സത്യല്ലേ? കർത്താവ് പറയും, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായം 24-25 വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന നിരന്തരം വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ മക്കളെ രക്ഷിക്കണമേ, അടിമത്തത്തിൽ നിന്ന്, ഇരയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ മക്കളെ വിടുവിച്ചുകൊണ്ട്, ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രരാക്കിക്കൊണ്ട് നന്നായിട്ട് പഠിക്കാനും വിശുദ്ധി ജീവിക്കാനും സമയം നല്ലപോലെ ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും ഈ പിശാചിനെ തകർത്തെറിയാനും ഞങ്ങളുടെ മക്കളെ അങ്ങ് വിടുവിക്കണം. കർത്താവ് നേരിട്ടിറങ്ങി വന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞ ഈ വാഗ്ദാനത്തിന് അത്ഭുത ശക്തി, ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ മക്കളിൽ നിറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ ആരുടെയും അടിമയാകാൻ പാടില്ല, ഒന്നിന്റെയും ഇരയാകാൻ പാടില്ല. ഈ സ്വേച്ഛാധിപതിയുടെ അല്ലെങ്കിൽ ഈ ശക്തന്റെ അടിമത്വം ഇരയായി പോകുന്ന അവസ്ഥ നാശത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, മക്കളിൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികാനുസരണത്തിൽ ഈ വചനത്തെ, കർത്താവ് പറഞ്ഞ വചനത്തെ അവകാശപ്പെട്ട് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളെ പോലെ പെട്ടുപോയ അനേക മക്കളുണ്ട്, അടിമകളായി പോയ, ഇരകളായി പോയ അനേക മക്കളുണ്ട്. ഈ മക്കൾക്കൊക്കെ വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പ്, നമ്മുടെ ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നു. കർത്താവ് ചെയ്യും. വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കും. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ വാഗ്ദാനം നമ്മളും നമ്മുടെ മക്കളിലും പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് ദിവ്യകാരുണ്യമായി. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട്, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുമ്പോ, കർത്താവ്, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനം യെശയ്യാ പ്രവാചന പുസ്തകത്തില് 49-ാം അധ്യായത്തിന്റെ 24-25 വചനത്തിലൂടെ അങ്ങ് പറഞ്ഞില്ലേ, ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും ഞാൻ വിടുവിക്കും, നിന്നോട് പോരാടുന്ന ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ. ഈശോയെ, പലതിന്റെയും ശക്തന്റെയും സ്വേച്ഛാധിപതിയുടെയും അടിമകളായി പോയ, ഇരകളായി പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല പല അടിമത്വങ്ങള്, ബന്ധനങ്ങള്, കെണികള്, ചില വലകളിൽ കുടുക്കി ഇരയാക്കി മാറ്റിയ, അടിമകളാക്കി മാറ്റിയ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മൊബൈലിന്റെ അടിമ, ഗെയിമുകളുടെ അടിമ, ലഹരിയുടെ അടിമ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ അടിമത്വം, ഈശോയെ, സാത്താൻ പലതിലൂടെയും ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈശോയെ, മക്കളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ മാതാപിതാക്കളെയും, എല്ലാ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ അടിമത്തിൽ പെട്ടുപോയ മക്കളെ അങ്ങ് വിടുവിക്കണമേ. അങ്ങ് പറഞ്ഞില്ലേ,
ഞാൻ പോരാടുമെന്ന് പറഞ്ഞില്ലേ? ശക്തന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ, സ്വേച്ഛാധിപതിയുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് തന്നെ പോരാടുമെന്നല്ലേ പറഞ്ഞ്? ഈശോയെ, അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ. അങ്ങ് പോരാടണമേ. അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കളെ ഈ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരാക്കണമേ. കർത്താവേ, ഇരയായി പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആരുടെയും ഇരകളായി പോകാൻ പാടില്ല. ഞങ്ങളുടെ മക്കള് ഒരുത്തന്റെയും ഒന്നിന്റെയും അടിമയായി പോകാൻ പാടില്ല. അങ്ങയുടെ വാഗ്ദാനം അതിനായിട്ട് പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം നന്ദി കർത്താവേ. ശക്തി ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. അങ്ങയുടെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടട്ടെ. അടിമച്ചങ്ങല പൊട്ടട്ടെ. ബന്ധനമെല്ലാം അടിയട്ടെ. ആധിപത്യങ്ങൾ തകരട്ടെ. എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ. സ്വയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രണ്ടാം ശനി കൺവെൻഷനാണ്. രാവിലെ 9:30 മുതൽ 2 മണി വരെ ലൈവായിട്ട് നമുക്ക് ശുശ്രൂഷ ലഭിക്കും. സാധിക്കുന്ന എല്ലാ മക്കളും ഒരു വിടുതലിന്റെയും വിമോചനത്തിന്റെയും ദൈവിക ശക്തി പ്രകടമാക്കുന്ന പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും വചന ശുശ്രൂഷയും അതിനുശേഷമുള്ള ബഹിഷ്കരണ പ്രാർത്ഥനകളൊക്കെയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും അച്ഛൻ ക്ഷണിക്കുകയാണ്. ലൈവായിട്ട് നമ്മുടെ കാർമൽ മീഡിയയിലുണ്ട്. നിങ്ങളെല്ലാം പങ്കെടുച്ചേരുക, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മുടെ അടുത്ത ധ്യാനം വരുന്നത് 16, 17, 18. അടുത്ത രണ്ടാമത്തെ ധ്യാനം വരുന്നത് 23, 24, 25. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് തീരും. ധ്യാനത്തിന്റെ ബുക്കിംഗ് നമ്പർ ഈ വീഡിയോയിൽ 920 നമ്പറാണ്. ഈ വീഡിയോയുടെ അവസാനം ഒരു പോസ്റ്ററിൽ കാണാൻ പറ്റും. ആ പോസ്റ്ററിൽ ഈ വർഷത്തെ മുഴുവൻ ഡേറ്റുകളുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് സൂം ചെയ്യുക, ഡേറ്റുകൾ നോക്കുക. അതിന്റെ താഴെ തന്നെ ബുക്കിംഗ് നമ്പർ 920 ആണ്. 9846218133 അച്ഛൻ്റെ നമ്പറാണ്. അപ്പൊ ബുക്കിംഗ് നമ്പറിന് വേണ്ടി അതിൽ ബുക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അച്ഛന് മെസ്സേജ് വിടുക. ഒത്തിരിയേറെ പേര് ഫോണിൽ വിളിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, ദിവസം കുറേ ഫോണുകൾ വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫോൺ കോളുകൾ ഒഴിവാക്കുക. വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ടോ, അച്ഛൻ കാണും, അച്ഛൻ പ്രാർത്ഥിക്കും. പിന്നെ എല്ലാത്തിനും മറുപടി വിടാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവ്യകാരുണ്യ യാത്രയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ തിങ്കളാഴ്ച കോട്ടയം, ചങ്ങനാശ്ശേരി, പാല ഏരിയയിലേക്ക് ദിവ്യകാരുണ്യ യാത്രയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അവിടെയുള്ളവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം ദേശം മുഴുവൻ നിറയാൻ, കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ, കർത്താവ് നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്ന വലിയൊരു അഭിഷേക ശുശ്രൂഷയാണ്. അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ദേശത്തുള്ളവരെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പക്ഷെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കൾ നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശ്വരാശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, അങ്ങയുടെ വരങ്ങൾ ചിന്തി അങ്ങയുടെ ശക്തി പ്രകടമാക്കി എല്ലാ അടിമത്വത്തിൽ നിന്നും, എല്ലാ ഇരയായി പോയ അവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ ശക്തി പ്രകടമാകാൻ വേണ്ടി മക്കളെ എല്ലാം സമർപ്പിച്ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, വിടുവിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ജീവൻ നൽകണമേ, അങ്ങയുടെ സ്വന്തമാക്കണമേ. ആരുടെയും ഒന്നിന്റെയും അടിമയോ ഇരയോ ആകാതിരിക്കട്ടെ ഞങ്ങളുടെ മക്കൾ.